എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനുമോൾ മാത്യു വീട്ടുകാട്ടിൽ. ഞാൻ ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പാമ്പൂരാമ്പാറ വാർഡിൻ്റെ മെമ്പറുമാണ്. കഴിഞ്ഞ 2 ടേമായിട്ട് ഞാൻ പാമ്പൂരാമ്പാറ വാർഡിൻ്റെ മെമ്പറാണ്. ഞാൻ താമസിക്കുന്നത് 2-ാം വാർഡ് ഉള്ളനാട്ടിലാണ്. മെമ്പറായിരിക്കുന്നത് 11-ാം വാർഡിലാണ്. അതുപോലൊപ്പം തന്നെ മെമ്പറായിരിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ CPIയുടെ പല മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗവും മഹിളാ സംഘത്തിൻ്റെ മണ്ഡലം സെക്രട്ടറിയുമാണ്. CPIയുടെ സീറ്റ് ആയതിനാലാണ് 2-ാം വാർഡിൽ താമസിച്ചുകൊണ്ടിരുന്ന ഞാൻ 11-ാം വാർഡിൽ മെമ്പറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. ഭരണങ്ങാനം പഞ്ചായത്തിൽ 11-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ വരുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഞാൻ ഇത്രയും വാർഡ് അകലത്തിൽ നിന്ന് മത്സരിച്ചപ്പോഴും എന്നോട് ആവശ്യപ്പെട്ടത് കുറേയേറെ കാര്യങ്ങളിൽ എല്ലാം തന്നെ എനിക്ക് തോന്നുന്നത് എൻ്റെ മെമ്പർ എന്ന നിലയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ആ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞാൻ സ്ഥാനാർത്ഥിയായി വന്നപ്പം ഏറ്റവും കൂടുതലായിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് അവിടെ ഒരു വഴി, ആ ഭാഗത്തുള്ള സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്നിടത്ത് വഴി, അതുപോലെ തന്നെ കുടിവെള്ളം, അതുപോലെ തന്നെ അവരുടെ റേഷൻ കാർഡുകൾ എല്ലാവരും തന്നെ APL കാർഡുകളായിരുന്നു. അതുപോലെ തന്നെ വഴിവിളക്കുകൾ, അവർക്ക് സ്വന്തമായിട്ട് അംഗനവാടികൾ, അങ്ങനെ നിരവധിയായ ആവശ്യങ്ങൾ പാമ്പൂരാമ്പാറ വാർഡിനുണ്ടായിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി എനിക്ക് നിർവഹിക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ ആ വാർഡിൽ 10 വർഷങ്ങൾക്ക് മുന്നേ വരുമ്പോൾ ആ വാർഡിൻ്റെ മോശമായി തന്നെ എനിക്ക് 10 വർഷം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്നത് അവരുടെ റേഷൻ കാർഡ്. 58 വീടുകൾ ഞാൻ വരുമ്പോൾ റേഷൻ കാർഡ് APL ആയിരുന്നു. അതെല്ലാവരും തന്നെ BPL കാർഡിലേക്ക് മാറ്റാൻ പറ്റി എന്നുള്ളത് വളരെ അഭിമാനത്തോട് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ കുടിവെള്ളം, പാമ്പൂരാമ്പാറ എന്ന് പറയുന്ന വാർഡ് ഭരണങ്ങാനം പഞ്ചായത്തിലെ മാത്രമല്ല കോട്ടയം ജില്ലയിലെ തന്നെ സാധാരണക്കാരായ ആളുകൾ തിങ്ങിപ്പറക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമായിരുന്നു. ആ കുടിവെള്ളം പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ഒരു വലിയ ലക്ഷ്യമാക്കി ഞാനത് എടുത്തിരുന്നു. അന്ന് അതിനുവേണ്ടി തന്നെ അവിടെയുള്ള 110 വീട്ടുകാരെ കൂട്ടി ആദ്യമായി ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഓപ്പൺ ബെഡ്, അത് കിണറിന് ആഴം കൂട്ടി അവിടെ വെള്ളം കൂടുതലായിട്ട് സംഭരിക്കാൻ നോക്കി. അന്നേരം അവരുടെ കുടിവെള്ളത്തിന് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ വാർഡിന് വേണ്ടി തന്നെ ഞാൻ 4 കുഴൽക്കിണർ ഫണ്ട് ഉപയോഗിച്ച് കുത്തി. എന്നാൽ 2 കുഴൽക്കിണറിൽ നിന്ന് വെള്ളം കിട്ടിയിരുന്നില്ല. ബാക്കി 2 കിണറ്റിൽ നിന്ന് ലാസ്റ്റ് കുത്തിയ കിഴക്കിണിൽ ഇഷ്ടം പോലെ 500-ലധികം വീട്ടുകാർക്ക് സുഭിക്ഷമായി ഉപയോഗിക്കാൻ മാത്രമുള്ള വെള്ളമുള്ള കുഴൽക്കിണറാണ് ലാസ്റ്റ് എനിക്ക് കുത്തുവാൻ സാധിച്ചത്. എന്താണെങ്കിലും പാമ്പൂരാമ്പാറയുടെ കുഴൽക്കിണർ കുത്തി വെള്ളം കണ്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് എനിക്ക് ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണങ്ങാനം ഡിവിഷനിൽ ഭരണങ്ങാനം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് കിട്ടിയിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പാമ്പൂരാമ്പാറ വാർഡിലാണ്. ഇപ്പോൾ 60,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള ടാങ്കിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മാസാവസാനത്തോടു കൂടി ആ ടാങ്കിൻ്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ റോഡുകൾ ഞാൻ വന്നു കഴിഞ്ഞതിന് ശേഷം 4 റോഡ് പുതിയതായിട്ട് വെട്ടി 72 വീട്ടുകാർക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തു. അതുപോലെ തന്നെ 16 റോഡുകൾ RCയിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിച്ചു. ഈ റോഡുകളൊക്കെ വെട്ടിയ റോഡുകൾ നടപ്പിലാക്കിയെടുത്തവർക്ക് തന്നെ വഴിവിളക്കുകളും സ്ഥാപിക്കാൻ സാധിച്ചു എന്ന് അഭിമാനത്തോടുകൂടി പറയുകയാണ്. അതിനോടൊപ്പം തന്നെ വീടുകൾ, എനിക്ക് തോന്നുന്നു ഭരണങ്ങാനം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് പദ്ധതിയിൽ വീടുകൾ അനുവദിച്ച വാർഡ്. ലൈഫ് പദ്ധതി വീടുകൾ കിട്ടി പണി പൂർത്തീകരിച്ച് സ്ഥലവും വീടുമില്ലാത്തവർക്കും സ്ഥലമുണ്ട് വീടില്ലാത്ത അവസ്ഥയിലുണ്ടായിരുന്നവർക്കും വീട് പണി പൂർത്തീകരിക്കാൻ സാധിച്ച വാർഡ് പാമ്പൂരാമ്പാറ വാർഡാണ് എന്ന അഭിമാനത്തോട് ഞാൻ പറയുകയാണ്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും എല്ലാവിധ ഫണ്ടുകളും പഞ്ചായത്തിന് കിട്ടുന്ന വിഹിതത്തിൽ നിന്ന് എൻ്റെ വാർഡിലേക്ക് പൂർണ്ണമായി മേടിച്ച് എനിക്കെല്ലാം നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ PMI പദ്ധതിപ്പെടുത്തി 4 വീടുകളുടെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ മറ്റ് വളരെ പ്രധാനപ്പെട്ട 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് അങ്കണവാടി. ഞാൻ വന്ന കാലം മുതൽ ഈ പഞ്ചായത്തിൻ്റെ ഈ വാർഡിൽ വരുന്ന സമയത്ത് വാടക കെട്ടിടത്തിലുണ്ടായിരുന്ന അങ്കണവാടിക്ക് എൻ്റെ വാർഡിലെ ആശാ വർക്കർമാരുടെയും അങ്കണവാടി പ്രവർത്തകരുടെയും കുടുംബശ്രീ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ എനിക്ക് എല്ലാ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ADSൻ്റെയും CDSൻ്റെയും ജനനിധിയുടെ ഭാരവാഹികളുടെയും എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി സ്വന്തമായിട്ടൊരു അംഗനവാടി കെട്ടിടം എന്നുള്ള വലിയൊരു സ്വപ്നം അവിടെ എനിക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചു. ഞാൻ തന്നെ ഇറങ്ങി സ്ഥലം വാങ്ങിച്ച് കെട്ടിടം പണി പൂർത്തിയാക്കി. കെട്ടിടം പണി പൂർത്തിയാക്കി അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി സ്വന്തം കെട്ടിടത്തിൽ അംഗനവാടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി പറയട്ടെ.
അതിനോടൊപ്പം തന്നെ എൻ്റെ വാർഡിൽ ഞാൻ ചെല്ലുമ്പോൾ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളുടെ മരണാനന്തര ചടങ്ങുകൾക്കും മറ്റ് ചെറിയ പരിപാടികൾക്ക് അവരുടെ ചെറിയ വീടുകളിലെ ചെറിയ വലിയ ആഘോഷങ്ങൾക്കൊക്കെ ആയിട്ട് സ്വന്തമായിട്ട് കസേരയും മേശയും പടുതയും ആ വാർഡിൽ വാടക ഇല്ലാതെ തന്നെ വാങ്ങിച്ചു വെച്ച് എല്ലാവരുടെയും പാമ്പൂരാമ്പാറ വാർഡിലെ മുഴുവൻ ജനങ്ങളുടെയും പ്രവർത്തനങ്ങൾക്കായിട്ട് മുഴുവൻ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഈ മേശയും കസേരയും പടുതയും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാമ്പൂരാമ്പാറ എന്ന് പറയുന്നത് പുണ്യപ്രദേശമാണ്. പാമ്പൂരാമ്പാറ പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച മല കയറാൻ വരുന്ന പാമ്പൂരാമ്പാറ പള്ളിയുടെ ഐശ്വര്യം, അതുപോലെ തന്നെ കദളിക്കാട്ടിൽ പിതാവിൻ്റെ ഒരു മഠമുണ്ട്. ആ മഠത്തിലെ സിസ്റ്റർമാരുടെ സഹായത്തോടുകൂടി കോവിഡ് കാലത്ത് മുഴുവൻ വീടുകളിലും ഞാൻ കോവിഡ് കാലത്ത് പട്ടിണി പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി മഠത്തിൻ്റെ സംരക്ഷണത്തിലൂടെ അവരുടെ സപ്പോർട്ടോടുകൂടി മുഴുവൻ വീടുകളിലും കിറ്റെത്തിക്കാൻ എനിക്ക് കോവിഡ് കാലത്ത് സാധിച്ചിരുന്നുണ്ട്. അതുപോലെ തന്നെ അളനാട് അമ്പലം ഈ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ മുഴുവൻ ആൾക്കാരുടെയും കാര്യത്തിൻ്റെ ഇടയ്ക്ക് അവരോട് ഞാൻ അന്ന് മെമ്പറായി ഞാൻ അവിടെ വരുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഒപ്പം നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴും ഞാൻ ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വാക്ക് നാളിതുവരെ എനിക്ക് അവർക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ അവിടെ 2 യോഗ സെന്ററുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. യോഗയ്ക്ക് ഇപ്പോൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ തന്നെ ഞാൻ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഉള്ളനാട് ഹോസ്പിറ്റൽ ഇപ്പോൾ അധികം താമസിയാതെ തന്നെ കിടത്തി ചികിത്സ തുടങ്ങി. ഹോസ്പിറ്റല് മറ്റെല്ലാ പാലായിലെ ഏറ്റവും നല്ല പേരുള്ള ഒരു ഹോസ്പിറ്റലാക്കി മാറ്റുവാൻ വേണ്ടി ഉള്ളനാടിൻ്റെ ആശുപത്രിക്ക് വേണ്ടി എല്ലാ സജീവമായ പ്രവർത്തനങ്ങളിലും ഞാൻ പങ്കാളിയാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇനി എനിക്ക് നടപ്പിലാക്കണം എന്ന് കുറേയേറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അത് പൂർത്തീകരിക്കാൻ എൻ്റെ വാർഡിലെ എല്ലാവരുടെയും സപ്പോർട്ട്. നാളിതുവരെ എനിക്ക് എല്ലാ സ്നേഹവും സഹകരണവും തന്നിരിക്കുന്നത് ഞാൻ പാമ്പൂരാമ്പാറയുടെ ദത്തുപുത്രിയാണ്. ഉള്ളനാടിൽ എന്നെ വന്നപ്പോൾ എന്നെ വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടുകൂടി സ്വീകരിച്ച പാമ്പൂരാമ്പാറക്കാരെ എൻ്റെ കുടുംബം പോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും കൊണ്ടുപോയി നടക്കുന്നത്. അവരുടെ ഏത് കാര്യത്തിലും എപ്പോഴും അവരുടെ ഒപ്പം ഞാനുണ്ട്. ഇനിയും എനിക്ക് വിൻസെൻഷൻ കുടിവെള്ള പദ്ധതി എനിക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ളതാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അവർക്കൊരു ടാങ്ക് അവിടെ ഒരു 16 വീട്ടുകാരുള്ളത്. അവരുടെ ആ പരിസരത്ത് മാത്രമാണ് വെള്ളത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്. അവരുടെ ടാങ്കിൻ്റെ പണികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാടിനെ വളരെ നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെല്ലാം ഉണ്ടോ? ഇപ്പോൾ പാമ്പൂരാമ്പാറയുടെ ടാങ്കിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മാസം അവസാനത്തേക്ക് ജില്ലാ പഞ്ചായത്ത് വിഹിതമായി 25 ലക്ഷം രൂപയായിട്ടാണ് പാമ്പൂരാമ്പാറയുടെ ടാങ്ക് പണി നടക്കുന്നത്. അത് ഈ മാസം അവസാനത്തോടെ പൂർത്തിയാവും. പിന്നെ വിൻസെക്ഷൻ ഭാഗത്ത് ഒരു കുടിവെള്ള പദ്ധതി ടാങ്കിന് 4 ലക്ഷം രൂപ വക വെച്ചിട്ടുണ്ട്. എന്നാൽ അത് അപ്പോൾ അതുകൊണ്ട് പൂർത്തീകരിക്കാൻ ആവത്തില്ലാത്തതുകൊണ്ട് 6 ലക്ഷം രൂപ കൂടി അത് സ്പിൽ ഓവറായിട്ട് നിമിഷം വരുമ്പോൾ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2-3 ഇപ്പോൾ കൊത്തളമ്പാറ മണ്ണൂർ റോഡ്, ഈ റോഡുകളെല്ലാം ഞാൻ മെമ്പറായതിനു ശേഷം പുതുതായി വെട്ടിയ റോഡുകളാണ്. ഇപ്പോൾ കൊത്തളമ്പാറ മണ്ണൂർ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അളനാട് കവിക്കുന്ന റോഡ് അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ അതിലുള്ള റോഡായതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യം ആൾക്കാർ കൊടുത്തിരുന്നില്ല എന്ന് തോന്നുന്നു. അത് ഭയങ്കരമായി പൊളിഞ്ഞു കിടക്കുന്ന റോഡാണ്. അതിപ്പോൾ റീടാറിങ് പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കവിക്കുന്ന് വരിക്കമാക്ക് മുന്നേ പൈക്കാട് റോഡിന്റെ റീടാറിങ് ഇപ്പോൾ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നു. ഈ പണികളൊക്കെ ഇനി ഉടനെ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് നരച്ചിപ്പുഴ പ്രദേശത്ത് വെള്ളം കയറുന്ന ഒരു മഴ പെയ്യുമ്പോഴേ ഈ അവിടെയുള്ള ഒരു 3-4 വീടുകൾ സ്ഥിരം വെള്ളത്തിലാണ്. നിങ്ങളൊക്കെ ചാനലുകാരൊക്കെ പലപ്പോഴും വന്ന് ആ വെള്ളം കയറി കിടക്കുന്ന വീടുകളുടെ ഫോട്ടോസ് വന്ന് എടുത്തുകൊണ്ട് പോകാറുള്ളതാണ്. ആ വീടുകൾ എത്രയും പെട്ടെന്നായിട്ട് പഞ്ചായത്തിന്റെ തനത് ഫണ്ടുകൊണ്ട് അവർക്ക് സ്ഥലം വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനമായി വെച്ച് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. അത് 11-ാം വാർഡിലെ ഒരു 3 വീട്, 12-ാം വാർഡിലെ ഒരു 3 വീട്, 10-ാം വാർഡിലെ ഒരു 3 വീട്, ഈ 7 വീടുകാർക്ക് വേണ്ടി സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കണം. അതുപോലെ തന്നെ 1-2 ഈ പ്രാവശ്യം 1-2 വഴികളുടെ പണികൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാമ്പൂരാമ്പാറ ഏകദേശം ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്.